നാളെയാണ് RSSന്റെ ജന്മദിനം, സംഘത്തിന് പിറന്നാൾ. ഇന്നേക്ക് ഏതാണ്ട് 100 വർഷം മുമ്പാണ് ഒരു മഹത്തായ ആദർശം ഈ ഭൂമിയിൽ പിറന്നു വീണത്. അത്രയധികം ഒരു ദീർഘദർശിയായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ, അദ്ദേഹമാണ് കുറച്ച് കൊച്ചുകുട്ടികളെ കൂടെ കൂട്ടി ഒരു വൈകുന്നേരം ശാഖ ആരംഭിച്ചത്. നല്ല സന്ദേശങ്ങൾ പകർന്നുകൊടുത്ത് കുറച്ച് കളിയും ചിരിയും ഗണഗീതങ്ങളൊക്കെ പാടി ആ മുറ്റത്ത് തുടങ്ങിയ യാത്ര ഇന്ന് 100 വർഷം പിന്നിടുകയാണ്. നാളെയാണ് ഔദ്യോഗികമായി സംഘത്തിൻ്റെ പിറന്നാൾ. എന്നാൽ കേരളത്തിലടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് RSSന്റെ ഈ 100ാം വാർഷികം. ഇന്ന് മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുത്ത് ആദ്യം പറഞ്ഞത് നിങ്ങളൊക്കെ RSSുമായിട്ട് ഒരു അകലം പാലിക്കണം കേട്ടോ എന്നുള്ള രീതിയിലാണ്. അതായത് മുഖ്യന് RSSനെ പേടിയാണ് എന്ന് പറയേണ്ടി വരും. RSSുമായി ബന്ധമുള്ളവരിൽ നിന്ന് അകലം പാലിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയത്. പോലീസുകാർക്കിടയിൽ അഴിമതി കൂടുന്നുണ്ടെന്ന് വിമർശനമുണ്ട്. SP തലം വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. പോലീസ് ഉന്നതതല യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരിടമാണ് സ്വാഭാവികമായിട്ടും ഈ ഉന്നതതല യോഗം. കാരണം മുഖ്യൻ കുറേ കാലമായി മൗനത്തിലായിരുന്നു ഈ വിഷയത്തിലൊക്കെ. എന്നാൽ അവിടെ പോലും RSS ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട വിഷയം. എന്താണ് വിലയിരുത്തൽ? തീർച്ചയായിട്ടും ശ്യാമെ, കഴിഞ്ഞ ദിവസം ചേർന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പോലീസിൻ്റെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. RSS നേതാക്കളുമായി അടുപ്പമുള്ളവരുമായി അടുത്ത ബന്ധം വയ്ക്കരുത്, അല്ലെങ്കിൽ അവരുമായി അകലം പാലിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘം 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിൽ കേരളത്തിൽ RSSനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് CPM-കാർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഔദ്യോഗിക തലങ്ങളിൽ പോലും ചർച്ചയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ കാണാൻ സാധിച്ചു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഉയർത്തിയ ഒരു ആവശ്യം, ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരോട് ഉയർത്തിയ ആവശ്യം ഇതാണ്: RSSുമായി ബന്ധമുള്ളവരിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട്. അകലം പാലിച്ചില്ലെങ്കിൽ അത് മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഈ സേനയ്ക്കുള്ളിൽ ഉണ്ടാകും എന്ന തരത്തിലാണ് ഈ വിഷയം മുഖ്യമന്ത്രി ഈ ഉന്നതതല യോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, പോലീസുകാർക്കിടയിൽ അഴിമതി കൂടുന്നു, ഒപ്പം തന്നെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസുകാർ എടുക്കുന്നു, ബിനാമി ബന്ധമുള്ളവരുമായി അടുത്ത ബന്ധം പോലീസ് പുലർത്തുന്നു. ഇതൊക്കെ പൊതുവെ കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി ഉന്നതതല യോഗങ്ങളിൽ പോലീസുകാരെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അത് സേനയ്ക്ക് നിർദ്ദേശമായി തന്നെ ഉന്നതതല യോഗത്തിൽ നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അറിയാനും സാധിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് RSSുമായുള്ള ഒരു അകലം പ്രാദേശിക തലത്തിലും ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തലത്തിലും അത് ആവേണ്ട ആവശ്യകത നിലനിൽക്കുന്നു. RSSുമായി അടുത്ത ബന്ധം പുലർത്താൻ പാടില്ല. RSSുമായി ബന്ധമുള്ളവരുമായി ഇടപാടുകൾ അല്ലെങ്കിൽ അവരുമായുള്ള നിരന്തരമായ ആശയവിനിമയത്തിൻ്റെ ആവശ്യം സേനയ്ക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം ഇന്നാണ് പുറത്ത് വരുന്നത്. പോലീസ് സേനയ്ക്കുള്ളിലും മുഖ്യമന്ത്രി ഇത്തരം നിലപാട് എടുത്തതിനെ സംബന്ധിച്ചുള്ള ഒരു അടക്കം പറച്ചിൽ സേനയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടക്കം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ കക്ഷിയോ അല്ല, അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയുമായി എന്തിനാണ് ഒരു സേന അല്ലെങ്കിൽ ആ സേനാ വിഭാഗം മാറി നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ നേതാക്കളുമായി ആശയവിനിമയം അധികമായി വേണ്ട എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് മുംബൈയിൽ. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ നിമിഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. RBI ഗവർണറുടെ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്ക് പോകാം തത്സമയം. അതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങൾ ഉണ്ട്. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം വലിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റ് ഈ വിഷയത്തിൽ, ഈ മേഖലയിൽ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ചില പരാമർശങ്ങളും RBI ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ അതിലേക്ക് കടക്കേണ്ടതുണ്ട്. വീണ്ടും വിനീഷിലേക്ക് പോവുകയാണ്. വിനീഷ്, തുടരാം.
തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രി, രാഷ്ട്രീയമായ ഒരു നിലപാട് പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ അറിയാൻ സാധിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് സേനയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അടക്കം പറച്ചിൽ അത് തുടർച്ചയായി കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നമുക്ക് ഈ വാർത്ത ബ്രേക്ക് ചെയ്യാനും സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി RSSനെ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് സേനയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പോലീസ് സേനയ്ക്കുള്ളിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അഴിമതിക്കാരുടെ എണ്ണം പോലീസ് സേനയ്ക്കുള്ളിൽ പോലും കൂടുതലായി വരുന്നു. ഒപ്പം തന്നെ ബിനാമി ഇടപാടുകാരുമായി പോലീസ് സേനയിലെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, ഒപ്പം നേരത്തെ തന്നെ ഏറെ വിവാദമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ സേനയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മനുഷ്യത്വപരമായി ഇടപെടാൻ മാനുഷിക പരിഗണന കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോലീസ് ഇടപെടേണ്ടത് എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ലോകത്തിൽ തന്നെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിൻ്റെ ആദർശം ഇപ്പോഴും പരിശുദ്ധിയോടുകൂടി തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ 100 വർഷം പിന്നിടുമ്പോഴും ഒരു തരത്തിലുള്ള പിളർപ്പോ അല്ലെങ്കിൽ പഠനപ്പിണക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അതിങ്ങനെ ഗ്രാമാന്തരങ്ങളിലൂടെ ഇങ്ങനെ പടർന്ന് അനസ്യൂതം ഒരു ഗംഗാപ്രവാഹം പോലെ ഇങ്ങനെ പ്രവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മൂല്യങ്ങളിൽ കുറച്ചെങ്കിലും ഇപ്പോഴത്തെ സേനയ്ക്ക് കിട്ടിക്കോട്ടെ എന്നെങ്കിലും കരുതാൻ മുഖ്യനൊന്ന് മനസ്സ് വെക്കുമോ? അതുകൊണ്ടാണോ ആരുമായിട്ടും ബന്ധം പാടില്ല എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തുടരും, അഴിമതി തുടരും, ഇങ്ങനെയുള്ള മൂല്യങ്ങളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സേനയെ കൊണ്ടുപോകും. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്യാമെ, നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു സന്നദ്ധ സംഘടനയായി RSS മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 100ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ സംഘടനാ തലത്തിൽ RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100 വയസ്സ് തികയുന്നതിൻ്റെ ഭാഗമായുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ, മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങൾ, എല്ലാ മേഖലകളിലും RSSൻ്റെ പ്രവർത്തനം സജീവമായി കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് പോലീസിനിടയിൽ പോലും RSS നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ CPM പോലും പല ഘട്ടങ്ങളിൽ ആക്ഷേപമുയർത്തി. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സേനയ്ക്കുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് RSSൻ്റെ നേതൃത്വവുമായോ അല്ലെങ്കിൽ RSSൻ്റെ സമാന ചിന്താഗതിക്കാരുമായോ അടുത്ത ബന്ധം പുലർത്തേണ്ടതില്ല, അവരുമായി അകലം പാലിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി രാഷ്ട്രീയമായി തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും ഇത് ചർച്ചയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം നടന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഈ പറഞ്ഞ വാക്കുകൾ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. ഇതേ സമയം മുഖ്യമന്ത്രി രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് RSSനെ അകറ്റി നിർത്തണമെന്ന നിലപാട് സ്വീകരിച്ചത്? പ്രധാനപ്പെട്ട ഒരു ഗൗരവമായ വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ RSSുമായിട്ട് നിങ്ങൾ അടുക്കരുത്, അപ്പോൾ സ്വാഭാവികമായിട്ട് നന്നായി പോണ്ട എന്ന് വിചാരിച്ചിട്ടാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്നലെ തന്നെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തതുപോലെ ഭീകര സംഘടനകൾക്കൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിലൊന്നും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രി ആ ഉന്നതതല യോഗത്തിൽ നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി വർഗീയ ശക്തികളുമായും തീവ്രവാദ ശക്തികളുമൊക്കെയുമായി പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട്. അതുമായി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിലേക്ക് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ടായി തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം നിലപാട് വ്യക്തമാക്കേണ്ടത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയെ അകറ്റി നിർത്തുക എന്ന നിർദ്ദേശം മാത്രമാണ് പോലീസ് സേനയ്ക്ക് നൽകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പോലീസ് സേനയ്ക്ക് അകത്തെ ചില പ്രശ്നങ്ങൾ ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു എന്നതും കൂടി വസ്തുതാപരമായ കാര്യമാണ്. പ്രത്യേകിച്ച് മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ പോലീസ് സേനയ്ക്കുള്ളിൽ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി വയ്ക്കുന്നു. ഒപ്പം പോലീസ് സേനയ്ക്കുള്ളിൽ അഴിമതിക്കാർ കൂടുതലാണ്, അതിൽ പരിഹാരം കാണേണ്ടതുണ്ട്, ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടയിൽ
ഈ RSSുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മുഖ്യമന്ത്രി നൽകുന്നത്, പ്രത്യേകിച്ച് RSSന്റെ നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്ന ഘട്ടമുണ്ടാകുന്നു. അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് സംസ്ഥാനത്ത് കടക്കുകയാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് വിവാദമാകുന്ന ഘട്ടത്തിൽ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് RSSുമായി ബന്ധപ്പെട്ട് വരുന്ന നേതാക്കളിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട്. അവരുമായി നിരന്തരമായ ഒരു സമ്പർക്കത്തിൻ്റെ ആവശ്യകത ഇല്ല എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്.